ബോണക്കാട് തിരുവനന്തപുരം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. സിറ്റിയിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ ദൂരത്തിലുള്ള അഗസ്ത്യാർകൂടം എന്ന ഫേമസ് ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലം. വിതുര ബോണക്കാട് റൂട്ടിലുള്ള കാണിത്തടം ചെക്ക് പോസ്റ്റിൽ നിന്നും പ്രോപ്പറായിട്ടുള്ള പെർമിഷൻ എടുത്തതിന് ശേഷമാണ് ബോണക്കാടേക്ക് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബോണക്കാടുള്ള എസ്റ്റേറ്റ് തൊഴിലാളികൾ ചുരുക്കം ചിലർ ഇപ്പോഴും ബാക്കിയുണ്ട്. ബോണക്കാട് സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഏക ഓപ്ഷൻ ഇങ്ങനെയുള്ള ലയങ്ങൾ മാത്രമാണ്. ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരാളുടെ ലയത്തിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. ബോണക്കാട് വിതുര റൂട്ടിലുള്ള അഗസ്ത്യമുനിയുടെ ഒരു ക്ഷേത്രമാണിത്. ട്രൈബൽസാണ് ഈ ക്ഷേത്രത്തിൽ പൂജയൊക്കെ നടത്തുന്നത്. അഗസ്ത്യാർകൂടം ട്രെക്കിന് പോകുന്ന സമയത്ത് സ്ഥിരമായിട്ട് ആൾക്കാർ ഇറങ്ങി പ്രാർത്ഥിക്കുന്ന ഒരു അമ്പലമാണിത്. കാണിത്തടത്തു നിന്നും ഏകദേശം 10 കിലോമീറ്ററാണ് ബോണക്കാട് വരെയുള്ള ദൂരം. ഈ ഡിസ്റ്റൻസിൽ റോഡൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷനിലാണ്. അവിടെ അല്ലേ ഇത് പഴവന്തൽ ഫാൾസ്. ടോപ്പിലൊരു വീട് കാണുന്നുണ്ടോ? ടോപ്പ് അതിന്റെ കുറച്ച് പേരിലാണ്. ടോപ്പിലെന്ന് പറയുമ്പോൾ ഈ ബിൽഡിങ്ങിന്റെ നേരെ മേളിലൊരു ചെറുത് അതിന്റെ മേളിലാണ് സ്റ്റേ. ഇതിന്റെ മേൽ ഇത് അത് ഏത് റൂട്ടാണ് അപ്പൊ കാണുന്നത്? അത് അഗസ്ത്യ റോഡ് റൂട്ടാണ്. ഇങ്ങോട്ട് നമുക്ക് അവിടെ നിന്ന് മേളിലോട്ടോ. അല്ല, മേളിൽ ആ വീടുകൾ കാണുന്നു. അത് പാണ്ടിപ്പത്ത് പോകുന്ന റൂട്ട്. അവിടെ ഇങ്ങനെ ട്രെയിൽ തുടങ്ങുന്ന പാണ്ടിപ്പത്ത് വണ്ടി പോവുള്ളൂ. നമ്മളെ വണ്ടി ലാസ്റ്റ് പോയിട്ടുണ്ട്. ബംഗ്ലാവൊക്കെ ഇങ്ങ് വരാം. ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് വരികയാണെങ്കിൽ വൈൽഡ് അനിമൽസിനെ സ്പോട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ചാൻസസ് ഉള്ള ഒരു റോഡാണിത്. ഈ റൂട്ടിൽ ബസ് സർവീസസും അവൈലബിൾ ആണ്, വളരെ ചുരുക്കം മാത്രം. മഴ സമയമാണെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് തന്നെ ചെറിയ ചെറിയ വാട്ടർഫോൾസ് കാണാൻ പറ്റും. ഇത് ചെയ്തതല്ലോ, ഇതിങ്ങനെ ആയതല്ലേ? കറക്റ്റ് കട്ട് ചെയ്ത് വിട്ടതുപോലെ ഇരിക്കുന്നു. ആണോ? അതാണ് കുറച്ചൊരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ആ ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മഞ്ഞും മലയും എല്ലാം പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ പാർട്ടാണ്. രാജഭരണകാലത്തും ബ്രിട്ടീഷുകാരുടെ കാലത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ബോണക്കാട്. ഇതാണ് ബോണക്കാട് ജംഗ്ഷൻ. ആക്ച്വലി ഇവിടെ ഒരു ടീ എസ്റ്റേറ്റ് ആയിരുന്നു. ബോൺ അക്കോർഡ് എന്നായിരുന്നു എസ്റ്റേറ്റിൻ്റെ പേര്. പിന്നീട് അത് ലോക്കലി ബോണക്കാടായി മാറിയതാണ്. ബോൺ അക്കോർഡ് ടീ ഫാക്ടറി ഇപ്പോഴും കാണാൻ സാധിക്കുമെങ്കിലും വർക്കിംഗ് അല്ല. ബ്രിട്ടീഷുകാർക്ക് ശേഷം മഹാവീർ പ്ലാന്റേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ബോണക്കാടിലെ ടീ എസ്റ്റേറ്റും ഫാക്ടറിയൊക്കെ റൺ ചെയ്തിരുന്നത്. അറൗണ്ട് ഒരു 2000ഓടുകൂടി ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം അവരിവിടുത്തെ ഓപ്പറേഷൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യായിരുന്നു. ഇപ്പോൾ ബോണക്കാട് കാണുന്ന പല ബിൽഡിങ്സും അന്ന് അവരുടെ സ്റ്റാഫിന് വേണ്ടിയിട്ട് അവർ കെട്ടിയതാണ്. എസ്റ്റേറ്റും ഫാക്ടറിയൊക്കെ പൂട്ടിപ്പോയെങ്കിലും അന്ന് ഇവിടെ വർക്ക് ചെയ്തിരുന്ന പല ആൾക്കാരും സ്വന്തമായിട്ട് കൃഷിയൊക്കെ ചെയ്ത് ഇവിടെ തന്നെ തുടരുകയായിരുന്നു. അതിൽ വളരെ കുറച്ച് പേർ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്.
ബോണക്കാട് മെയിൻ ജംഗ്ഷൻ വരെയാണ് റോഡെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മുകളിലേക്ക് കയറും തോറും റോഡിൻ്റെ കണ്ടീഷൻ മോശമായിട്ട് വരും. ഇടയ്ക്കിടയ്ക്കൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ മുകളിലേക്ക് കയറും തോറും റോഡും അതും മഴ പെയ്ത് ചില സമയത്ത് നല്ല മോശം കണ്ടീഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്തൊരു വണ്ടിയിൽ ഇങ്ങോട്ട് കയറുക എന്നുള്ളത് നല്ല ടാസ്ക്കാണ്. ഏക്കറല്ല, 459 ഹെക്ടർ ബസ് ഇതുവരെ വരും. ഫസ്റ്റ് സർവീസ്, ലാസ്റ്റ് സർവീസ്, ബാക്കിയല്ലാതെ വരും. അതാണ് പഴയ സ്കൂള്. പിള്ളേരില്ലാത്തതുകൊണ്ട് കൂട്ടി. പാറയുടെ ഇടയിൽ ഒരു ക്ഷേത്രം, ഒരു ചെറിയ പാർക്കാണ്. കിളവൻ തോട്ടം, കിളവനായിരുന്നു അവിടുത്തെ. അവിടെ ഇപ്പോൾ ഒരു ആൻറ്റി കോച്ചിങ് ക്യാൻസൽ വന്നിട്ട് നമുക്ക് അതുവഴിയാണ് ബംഗ്ലാവിൽ പോകേണ്ടത്. ചെറിയ കിളികളെടുക്കും. പാണ്ടിപ്പത്തുന്നേരം ഞങ്ങളിവിടെ പെട്ടു. വണ്ടി കയറുന്നില്ല, ചെളിയിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ഞങ്ങളെല്ലാവരും ഇറങ്ങി തള്ളി കയറ്റി. മേളിലോട്ട് പോകാൻ പറ്റിയില്ല. ഇന്ന് അപ്പുറത്തൊരു വീടുണ്ട്, അവിടെ കൊണ്ടുപോയി. ഇത് പിന്നെ നടന്നു. ഇവിടെ നടന്നു പോകാൻ എളുപ്പമാണ്. ഷോർട്ട് കട്ടം കയറിയാൽ മതി. വണ്ടി എത്തുന്നതിനും 10 മിനിറ്റും നമ്മുടെ. ബൈ റോഡ് നോക്കണമെങ്കിൽ 1 കിലോമീറ്റർ പോലും ഇല്ല. ഞാൻ പറഞ്ഞു നമുക്ക് രാത്രി കൊണ്ട കണ്ടീഷൻ നോക്കിയിട്ട് താഴെ ഇറങ്ങാൻ. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. പിന്നെ ഇനി അത് മറ്റേ ഐറ്റുണ്ടായിരുന്നു. രാത്രി വഴിയിലെങ്ങനെ ആകണമെങ്കിൽ ഞാൻ മേളിൽ തന്നെ കറക്കുമായിരുന്നു. ഒരു പാറയുടെ മുകളിൽ വേരിറങ്ങി നിൽക്കുന്ന കണ്ടായിരുന്നു. ഇതിൻ്റെ താഴെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ പ്രോപ്പറായിട്ട് ഗേറ്റഡ് ആയിട്ടുള്ളൊരു അമ്പലമുണ്ട് താഴെ. പൊക്കോ നിങ്ങൾ. ടീമൊക്കെ അവിടെ കാണും. ആ ഒരു കയറ്റം അത് മാത്രം. അവിടെ ഇടയ്ക്ക് ഒരു ചെറിയ ഹമ്പ് പോലെയുണ്ട്. അവിടെ നമ്മുടെ പുള്ളി ഇവിടെ കാണും. നനഞ്ഞ പ്രശ്നമല്ലല്ലോ. ഈ വളവ് തിരിയുമ്പോഴാണ്. അല്ലല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ആൻറ്റി പോച്ചിങ് ഷെഡുണ്ട് ഇവിടെ. അതിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ പ്രേത ബംഗ്ലാവിലേക്ക് പോകുന്നത്. GB25.
എടാ നീയും കൂടെ ഒന്ന് ചെല്ലു. അത് കുഴപ്പമില്ല, അതെന്തായാലും ക്ലീൻ ചെയ്യും. എടാ ഞാൻ വരണോ? അത് കണക്റ്റഡ് ആണ് ഇത് അതുമായിട്ട്. അപ്പൊ അവിടെ ഇങ്ങ് താഴെ വരുന്നത് ഈ പരിസരത്തൊന്നും വീടില്ല. പേപ്പർ റിസർവ് കുറച്ച് ഇവിടുന്ന് റൈറ്റ് ആയിരുന്നു. തവളകളുടെ കളി രാത്രിയില്ലേ ഈ സ്ഥലത്ത് ഊറ്റുണ്ട്. അതിനാണെങ്കിൽ മറ്റേ ഡാർക്ക് പ്രോബ്ലം കിട്ടിയത്. മനോജ് സാറിന്റെ വീഡിയോ ഇട്ടിരുന്നു. ഞങ്ങൾ നമസ്കാരോടെ നിന്നു. പഴയ കുട്ടിയോടും കേട്ടോ നേരെ പോകുന്നത് തനിയെ തുറന്നു. അതെ പോവല്ലോ. അത് ഇതിലോട്ട് ഇഷ്ടം പോലെ ഫലം കിടക്കില്ല. എവിടെ വേണം ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഹോണ്ടഡ് ആയിട്ടുള്ള പ്ലേസസിൻ്റെ ലിസ്റ്റിൽ വരുന്നൊരു പ്ലേസാണിത്. ഓണക്കാടുള്ള പ്രേത ബംഗ്ലാവ്. GB25 എന്ന് പറയുന്ന ബംഗ്ലാവാണിത്. പഴയ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ്. ഇപ്പോൾ ഇതൊരു പ്രേത ബംഗ്ലാവായിട്ടാണ് കൂടുതൽ അറിയപ്പെടുന്നത്. അവിടെ നിന്ന് വളർന്ന് കയറിക്കൊണ്ട് ഇവിടെ ഫുള്ള് ഇത് തന്നെ കേട്ടോ. ഇവിടെ കഴിഞ്ഞടാ. ഇനി അങ്ങോട്ട് വേറെ കാട്ടുമാത്തോട്ടുള്ള വഴിയായിരിക്കും. ഇതേ ഒരു വഴി, ഇതേ ഒരു വഴി, രണ്ട് സീനാണ്. പ്രേത ബംഗ്ലാവിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഹിസ്റ്ററിയും അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ഞാൻ അങ്ങോട്ട് വരാം. പഴയ ബാത്ടബ് കുറെ ആൾക്കാർ പുറത്തെടുത്തോണ്ട് പോയി. എൻ്റെ വീടൊക്കെ എവിടെയൊക്കെ ആൾക്കാർ കിടന്നു. ഇവിടെ ഒരു ചിമ്മിനിയുണ്ട്. ബെഡ്റൂം ആയിരിക്കും അല്ലേ? ഈ രണ്ട് റൂമിൽ മാത്രമേ ചിമ്മിനി ഉള്ളൂ. അത് ഫോറും ഇത് ബെഡ്റൂം. ഇത് കിച്ചൺ. ബെഡ്റൂമിനെക്കാട്ടിലും വലിയ കിച്ചണാണല്ലോ.
മറ്റേ പുള്ളിയെ ഞാൻ പേടിപ്പിച്ച സ്ഥലം കാണിച്ചു തരാം. ആ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ കയറി നിന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല, പുറത്ത് നോക്കിയാൽ കാണില്ല. ഇങ്ങനെ അങ്ങ് നിന്ന് കഴിഞ്ഞാൽ പുള്ളി അവിടെ നിന്ന് തിരിച്ച് പുള്ളി അവിടെ പോയി. പറഞ്ഞ് നമ്മൾ വീണ്ടും കണ്ടല്ലോ. ഇത് മൊത്തം പേരെഴുതി നിറച്ച് വെച്ചൊക്കെയാണല്ലോ. പശു എല്ലാം അകത്ത് കയറുമല്ലോ. സന്തോഷം. ആരോ ഇവിടെ കലാത്മകമായിട്ടൊക്കെ ആ പേരൊക്കെ പക്ഷെ അടിപൊളി. കിടിലം മണി. അതെ അതെ അല്ല നല്ല. ഓ ഇവിടെ ബാറ്റപ്പ് ഉണ്ടായിരുന്നില്ലേ? അതല്ല, ഇത് നല്ല സമയത്ത് ഈ റൂമൊന്ന് ആലോചിച്ച് നോക്കിയ. ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടേ മറ്റേ റെന്റിന് ഫോറസ്റ്റ് അയ്യോ മറ്റേ ചാണകത്തിനിടയിൽ എങ്ങനെ കിടക്കും? ഇത് ബാത്റൂമല്ലേ? ബാത്റൂമാ. കാറ്റപ്പ് പൊളിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചാണോ? പക്ഷെ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടേ ഇവർ റെന്റിന് കൊടുത്തിരുന്നില്ലേ? എത്ര കാശ് കൊടുത്ത ആൾക്കാർ താമസിച്ചാണ് സത്യം പറഞ്ഞാൽ. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ആണ്. ഇപ്പോഴും ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ? ഫോറസ്റ്റ് എടുത്തിട്ടില്ല. ആ ഓക്കെ. ഓ ബാക്കി മൊത്തത്തിൽ പൊളിക്കാൻ പറ്റിയില്ല. ഷീറ്റ് പോയി. ഈ കിടിലമണി എല്ലാ ചുവരിലും പേര് എഴുതിയിട്ടുണ്ട്. വ്യൂ പക്ഷെ അന്യായം അല്ലേ? ഏത് സൈഡിൽ നോക്കി നൈറ്റ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ഫീല് കിട്ടുന്നത് അല്ലേ? അതെ, ഇതിനകത്ത് വണ്ടി കയറ്റിയിട്ട് കേട്ടോ രാഹുൽ ബ്രോ ബൈക്ക് അകത്ത് കയറ്റിയിട്ട് ഇതായിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് കളിച്ചേക്കും. പക്ഷെ ഈ റൂമിൽ നിന്നുള്ള വ്യൂ ആലോചിച്ച് നോക്കിയേ. അയ്യോ, ഗ്ലാസ് ഒക്കെ ഇട്ട് ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെളിച്ചവും. കുറച്ച് സമയം പ്രേത ബംഗ്ലാവും പരിസര പ്രദേശങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ലയത്തിലേക്ക് പോവാണിപ്പോൾ. അത്യാവശ്യം മഴ പെയ്യുന്ന സമയത്താണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. തെളിഞ്ഞ കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ബേർഡിങ്ങിന് ഒരുപാട് സ്കോപ്പുള്ള സ്ഥലമാണിത്. നിറയെ ബേർഡ്സിൻ്റെ കോൾ നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാനായിട്ടും ഒരുപാട് ബേർഡ്സിനെ കാണാനായിട്ടും സാധിക്കാറുണ്ട്. നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ, അകത്ത് മൊത്തം പൊള്ളേ. വീഡിയോയിൽ നല്ല വിഷയല്ല, പൂനിക്കുന്നില്ല. വണ്ടിയൊന്നും വരാം, വണ്ടി അങ്ങോട്ടല്ലേ പോകുള്ളൂ. പച്ചപ്പ് വീഡിയോ അങ്ങോട്ടേ വീടുകളുള്ളൂ, നമുക്ക് നല്ല ഭാഗത്തൊന്നുമില്ല. നമ്മുടെ ഏറ്റവും ടോപ്പിലാണ് വീടില്ല. താഴെ ഒരു ചെറിയ നാച്ചുറൽ ഫോൾസ് ഉണ്ടാവുമെന്ന് വിളിക്കണം. ഇത് ഭയങ്കര അട്ടയാണ്.
ഇങ്ങോട്ട് കയറ്റി തിരിച്ചിടാം. എടുത്തോണ്ട് പോകാൻ എളുപ്പമായിരിക്കും. ഞങ്ങളന്ന് ഇവിടെ കയറ്റിയാ വളച്ചത്. എവിടെയെങ്കിലും ഇങ്ങോട്ട് കയറ്റല്ലേ? ഉണ്ടോ? ഉറക്കമായിരുന്നോ? നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒന്ന് പുറത്തേക്ക്. ഓക്കെ. വെട്ടിവിടാത്താണ്. സാധാരണ ഇത് കട്ടായി പോകും തോന്നുന്നു. ഹലോ പശുമ്പ, ഗുഡ് മോർണിംഗ്. ഹലോ, തൊട്ടോട്ടെ ബാ. അയ്യോ, അവിടെ കാറില്ല. ബാ 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 ബാ. ഇവിടെ അല്ലടാ അരി, അവിടാണ്. അത് അത് മറ്റേ അന്ന് നഖമുള്ള സാധനം. കൊടും മഴയത്ത് ഇവരെങ്ങനെ സെറ്റ് ചെയ്തതാണല്ലേ? അപ്പുറത്ത് അതുപോലെ ഒന്നും ഉണ്ടായിരുന്നു. മഞ്ഞളയിൽ പ്രേത ബംഗ്ലാവിന്റെ ഗേറ്റിലേക്ക് കടന്നു. മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസസ് ഇൻ ഇന്ത്യ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ലിസ്റ്റിൽ നമ്പർ 1 ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് GB25 എന്ന് പറയുന്ന ബോണക്കാടിലെ പ്രേത ബംഗ്ലാവ്. ആ പ്രേത ബംഗ്ലാവിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എനിക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാകും നല്ല കുറ്റാകുറ്റിയിട്ട് ഇരുട്ടായിട്ടുള്ള ഒരു സമയമാണ്. പണ്ട് ബ്രിട്ടീഷുകാർ എസ്റ്റേറ്റ് മാനേജർ ബംഗ്ലാവായിട്ട് ഉണ്ടാക്കിയ ഒരു ബംഗ്ലാവാണ് GB25 എന്ന് പറയുന്ന ബംഗ്ലാവ്. അപ്പൊ ഇവിടെ പ്രേതമുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ സൂര്യ TV-യിൽ പണ്ടൊരു വാർത്ത വന്നിരുന്നു, വിശ്വസിച്ചാലും എന്നുള്ള പ്രോഗ്രാമിൽ. അതിനുശേഷം ഇത് ഭയങ്കരമായിട്ട് ഫേമസ് ആയി. ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസസ് ഇൻ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്പർ 1 ലിസ്റ്റിൽ വന്നു തുടങ്ങിയ ഒരു പ്ലേസ് ആണ്. ഇവിടെ പ്രേതം ഉണ്ടെന്നുള്ള രീതിയിലും ഇല്ലെന്നുള്ള രീതിയിലും പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഒരുപാട് യൂട്യൂബ് വീഡിയോസിൽ ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് രാത്രി ഏകദേശം 9 മണിയോട് അടുത്തിട്ടാണ്. ഇവിടെ മറ്റാരുമില്ല, ഞാനും 2 സുഹൃത്തുക്കളും മാത്രമേ. ഇപ്പോഴും ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഒരുപാട് മണിക്കൂറുകൾ നമ്മൾ ഇനി ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇവിടെ പ്രേതമോ ബാധയോ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇവിടെ നിന്ന് പോകുള്ളൂ. നമ്മൾ ഒരുപാട് സമയത്തോടെ വെയിറ്റ് ചെയ്യാണ്, പക്ഷെ ഒരു പ്രേതത്തിന്റെ അനക്കം ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ ഒരു സങ്കല്പം മാത്രമാണെന്നാണ് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായ ഒരു കാര്യം.
ഇവിടെ പല രീതിയിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്, പല രീതിയിലും നമ്മൾ അകത്തുള്ള റൂംസ് എല്ലാം സെർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെയായിട്ട് അങ്ങനെ ഒരു പ്രേതത്തിനെ കാണാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടാനോ നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ പ്രേതമുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇതുവരെയായിട്ടും ഞങ്ങൾക്കൊരു സാധനം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഫുഡടി കഴിക്കുന്നതാണോ? ടോർച്ച് നോക്കി. ഇത് കറക്റ്റാ. എൻ്റെ പേര് റോഡ് ഞാൻ ഫേസ്ബുക്ക് ഇട്ടിട്ടുണ്ട്. അത് സാധാ തവളയാണ്. പ്രേത ബംഗ്ലാവൊക്കെ നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് ഹെർപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ബാക്കി എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ നാളെ രാവിലെ. മറ്റേ കവറേ ഉള്ളൂടാ ക്യാമറയുടെ. ആ കുതിരപ്പാത. എന്നാവാലോ. മറ്റേ ബുഷ് ബ്രൗൺ ആണോ? അല്ലല്ല. ഓ നൈസ്. ഈ മേളിൽ നിന്ന് അവിടെ നിന്ന് വെട്ടി കുഴിച്ച് നിറയെ ഉണ്ടായിരുന്നു കുഴികള്. കണ്ടോ? കേരളത്തിലെ കാടുകളിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ജയന്റ് വുഡ് സ്പൈഡർ എന്ന് വിളിക്കുന്ന ഭീമൻ മരച്ചിലന്തി. നല്ല മഴയായത് കാരണം വിചാരിച്ചതുപോലെ ഫോട്ടോഗ്രാഫി ഒന്നും നടന്നില്ല. പക്ഷേ ക്ലൈമറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. ഇന്നിപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് ബോൺ അക്കോർഡ് ടീ ഫാക്ടറിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. റൈറ്റ് സൈഡിലോട്ട് ഒരു വഴിയാണ്. ഒരു പ്ലെയിൻ റോഡുണ്ട്, അവിടെ റൈറ്റ് സൈഡിൽ റോഡാണ്. ജീപ്പും മറ്റേ ഇതൊക്കെ പഴയത് പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. മഹാവീർ പ്ലാന്റേഷൻ. ഈ നേരെ പോകുന്നത് അഗസ്ത്യാർകൂടം പോകുന്ന റൂട്ടാണ്. ബോണക്കാട് എസ്റ്റേറ്റിലെ ടീ ഫാക്ടറി, മഹാവീർ എസ്റ്റേറ്റ്സിൽ. അപ്പം
പൊളിഞ്ഞു കിടക്കുന്ന ടീ ഫാക്ടറി. ഒരു ടീ ഫാക്ടറി ഉപയോഗിക്കാതെ വിട്ടാലുണ്ടാവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് ഈ കിടക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ബോണക്കാടത്തെ കാഴ്ചകൾ? ട്രിവാൻഡ്രത്ത് നിന്ന് വെറും 60 കിലോമീറ്റർ ദൂരത്തായിട്ട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സോ see you soon with the next one. Until then, adios amigos.